ഫെഡറേഷൻ കർണാടക സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറിയുമായ സിദ്ദീഖ് മുണ്ടുകുടി, ബഹുമാനപ്പെട്ട ജൗഹരി ഉസ്താദ്, ഈ പവിത്രമായ ബുറുദയുടെ മജ്‌ലിസിൽ നിർമ്മിച്ചുകൂടിയ എല്ലാ മുഅ്മിനുകൾ, നമ്മുടെ പ്രിയങ്കരനായ GK അഹമ്മദ് കുഞ്ഞി ഹാജി എല്ലാ കൊല്ലവും ആവേശത്തോടെ സംഘടിപ്പിക്കുന്ന ഈ മജ്‌ലിസിൽ ഒന്ന് കൂടാനും ഈ സന്തോഷത്തിൽ ചേരാനും വേണ്ടി മാത്രമാണ് ഇവിടെ എത്തിയത്. ഇന്ന് മെൽക്കാർ ജംഗ്ഷനിൽ വലിയ ഒരു മിലാദുൻ നബി യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിൽ നിന്ന് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഈ ഒരു മഹത്തായ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടി അഹമ്മദ് കുഞ്ഞി ഹാജി, നമ്മുടെ പ്രിയപ്പെട്ട മോണാക്കയും അദ്ദേഹത്തിന്റെ സജീവ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരായ മക്കളും അവിടുത്തെ ബന്ധുക്കളും നടത്തുന്ന ഈ ഒരു നല്ല ചടങ്ങ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹമാണ്. അല്ലാഹു ഇത് ഖിയാമത്ത് നാൾ വരെ ഇതിനേക്കാളും വലിയ നിലയിൽ നടത്താൻ തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദദുകൾ അത് റബീഉൽ അവ്വൽ 1 മുതൽ എല്ലാ ദിവസങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും വളരെയധികം ഉഷാറായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളെ പോലെയല്ല ഈ കാലഘട്ടങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദുകൾ വളരെയധികം ഗംഭീരമായി ഇന്റർനാഷണൽ കോൺഫറൻസുകളും വളരെയധികം ശക്തമായ ബുർദബൈത്തുകളും ഈ കാലഘട്ടത്തിൽ അധികരിച്ചു വരുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ നാടുകളും നഗരങ്ങളും ഹള്ളികളും ഗല്ലികളും പള്ളികളും മദ്രസകളും മാത്രമല്ല, മുഅ്മിനീങ്ങളുടെ വീടുകളും പരിസരങ്ങളും വരെ വളരെയധികം അലങ്കരിച്ചുകൊണ്ട് നല്ല തോരണങ്ങളെ കെട്ടി ലൈറ്റിട്ട് ഏതെല്ലാം വിധത്തിൽ സന്തോഷങ്ങൾ പ്രകടിപ്പിക്കാൻ സാധിക്കുമോ എല്ലാ വിധത്തിലുള്ള സന്തോഷങ്ങളും മുഅ്മിനീങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സന്തോഷിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ സന്തോഷിക്കണം, ഖുർആന്റെ കൽപ്പനയാണ്. ഫബിദാലിക ഫൽയഫ്റഹു, അവർ സന്തോഷിച്ചു കൊള്ളട്ടെ എന്ന് വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുന്നുണ്ട്, ഓർഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായ ഒരു സന്തോഷമാണ്, നിർബന്ധമായ ഒരു സന്തോഷ പ്രകടനമാണ് നമ്മൾ നടത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹത്തിന് ചില മാനദണ്ഡങ്ങളും നിബന്ധനകളും പറഞ്ഞിട്ടുണ്ട്. നമ്മളാരെയും ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ മാത്രം സ്നേഹം വെച്ചാൽ പോരാ, അത് അവരോട് തുറന്നു പറയണം എന്നതാണ് ഇസ്ലാമിന്റെ ശൈലി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരാള് ഇരിക്കുന്നുണ്ട്, സ്വഹാബി. കുറെ ദൂരത്ത് പിന്നിലാളിങ്ങനെ നടന്നു പോകുന്നുണ്ട്. ആ സമയത്ത് ഇരിക്കുന്ന ആൾ നടന്നു പോകുന്ന ആളെ ചൂണ്ടിയിട്ട് കാണിച്ചിട്ട് പറഞ്ഞു, അയാളോട് എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാൻ അയാളെ സ്നേഹിക്കുന്നു. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളോട് ചോദിച്ചു, അവ അഖ്ബർതഹു, അയാളോട് നിങ്ങൾക്ക് സ്നേഹമാണെന്ന കാര്യം നിങ്ങൾ അയാൾ അറിയിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ കൽവിന്റെ ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് ഇങ്ങനെ അയാളെ അറിയിക്കാതെ നിങ്ങൾ നടക്കുകയാണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, സ്വഹാബി പറഞ്ഞു, ഞാൻ അറിയിക്കാനൊന്നും പോയിട്ടില്ല, പക്ഷേ കൽബ് നിറയെ അയാളോട് എനിക്ക് മഹബ്ബത്താ. ഉടൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ പോയി അയാളോട് പറയണം, നിങ്ങളുടെ സ്നേഹം അയാൾ അറിയിക്കണം. ഉടൻ തന്നെ തങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് ആ മനുഷ്യന്റെ അടുക്കലേക്ക് ഓടിപ്പോയ ഈ സ്വഹാബി, ഇന്നി വഹിബ്ബുക്, എനിക്ക് നിങ്ങളോട് വലിയ സ്നേഹമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൽബിലുള്ള സ്നേഹം വിശ്വാസികൾ സ്നേഹിക്കേണ്ടതും പിണങ്ങേണ്ടതും കൊടുക്കേണ്ടതും തടയേണ്ടതും വിശ്വാസികളുടെ മുഴുവൻ കാര്യങ്ങളും അത് അല്ലാഹുവിന് വേണ്ടിയാകണം. മൻ അഅതാ ലില്ലാഹി വമനഅ ലില്ലാഹി വഅഹബ്ബ ലില്ലാഹി വഅബ്ഗദ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അല്ലാഹുവിന് വേണ്ടി കൊടുക്കുക, അല്ലാഹുവിന് വേണ്ടി കൊടുക്കാതിരിക്കുക, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കാതിരിക്കുക. അങ്ങനെ ചെയ്യുന്നവൻ
അവൻ ഈമാൻ പൂർത്തിയാക്കിയെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കാൻ നമുക്ക് നിർബന്ധമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ എത്രമാത്രം സ്നേഹിച്ചു, നമുക്ക് അവിടുന്ന് തന്ന സ്നേഹം എത്രയാണ്. എല്ലാ നിലയിലും ലോകത്തിലുള്ള മനുഷ്യന്മാരോടും മൃഗങ്ങളോടും എല്ലാ ജീവികളോടും പക്ഷികളോടും കുരുന്നുകളോടും ഇലകളോടും മരങ്ങളോടുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹം